പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ. പ്രിയമുള്ള മക്കളെ, അനേകം മക്കൾ പറഞ്ഞു, ചേച്ചി ഞങ്ങൾ ചേച്ചിയെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞവര്, എൻ്റെ വീട്ടിലേക്കൊന്ന് വരട്ടെ എന്ന് ചോദിച്ചവര്, അതുകൊണ്ടാണ് ആ ഷോർട്ട് വീഡിയോ ചേച്ചി ഇടാനായിട്ട് തീരുമാനിച്ചത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്ന് രണ്ടെണ്ണമൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അത് ധാരാളം പേര് കാണും, കാരണം കൊച്ചല്ലേ, ഇന്നെല്ലാവരും തിരക്കിലല്ലേ. അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസമെങ്കിലും അത് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ദൈവഹിതമാണെങ്കിൽ മുൻപോട്ട് പോകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന, ഞാനിത് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ചിത്രമായിരുന്നു. പൊന്നുമക്കളെ, നമ്മൾ യേശുവിലേക്ക് വന്ന് അങ്ങനെ ഞങ്ങളിവിടെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ നിന്ന് പിരിവിന് വേണ്ടി കുറേ പേര് നമ്മുടെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ അന്ന് കാലത്ത് ഞാൻ പറഞ്ഞു, അയ്യോ അങ്ങനെ അമ്പലത്തിൽ കൊടുക്കരുതെന്നാണല്ലോ ഞങ്ങൾ പഠിച്ചതെന്ന് പറയായിരുന്നു ഞാൻ. അന്ന് അത് അവർക്ക് കൊടുത്താൽ മതിയായിരുന്നു. കാരണം നമ്മളൊരു ദേശത്ത് ജീവിക്കുമ്പോൾ നമ്മൾ അങ്ങനെ കൊടുത്ത് അവർക്ക് കർത്താവിനെയും കൊടുത്ത് അവർ നമ്പുരാനിലേക്ക് വരുമായിരിക്കാം. പക്ഷേ അന്ന് ഞാൻ എന്ത് ചെയ്തു എന്ന് വിചാരിച്ചാൽ അത് അവർക്ക് കൊടുത്തില്ല. അങ്ങനെ അനേക മക്കള് ഞങ്ങൾക്ക് എതിരായിട്ട് നിന്നു. എല്ലാവരും ഞങ്ങൾക്ക് എതിരായി, ഞങ്ങളെ എങ്ങനെ വിഷമിപ്പിക്കണം എന്നുള്ളതിൽ അവിടെ ഇവിടെയൊക്കെ എല്ലാവരും കുടുംബ കുടുംബ ആളുകളും കുടുംബത്തിലുള്ളവരും നാട്ടിലുള്ളവരും പൗരസമിതി അങ്ങനെയൊക്കെ ചേർന്നുകൊണ്ട് ഇവരെ ഒറ്റപ്പെടുത്തണം, ആരും ഇവരോട് സംസാരിക്കരുത് എന്നൊരു ചിത്രത്തിലേക്ക് കടന്നു വന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞങ്ങൾ വളരെയധികം വേദനിക്കുകയാണ്. ആ നാളിൽ ഈശോ എനിക്ക് തന്നൊരു ദർശനമായിരുന്നു. ഒരു മലയിൽ നിന്നും കർത്താവ് ഇറങ്ങി വരുന്നു. കർത്താവിൻ്റെ കയ്യിൽ മോട്ടർ പോലെ ഒരു സാധനം. ഇത് കർത്താവിൻ്റെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് കർത്താവ് അത് എൻ്റെ ദേഹത്തേക്ക് ആ മോട്ടർ ഇങ്ങനെ അടിച്ചു പിടിക്കുകയാണ്. അപ്പോൾ ഒഴുകി വീഴുന്നത് മുഴുവൻ യേശുവിൻ്റെ രക്തം കൊണ്ട് ഞാൻ കഴുകപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ വളരെ വേദനിച്ച് എനിക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ ഒറ്റപ്പെട്ട് ആ റൂമിലും ഈ റൂമിലും പോയിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ കർത്താവിനെ കണ്ടു കഴിഞ്ഞു. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. കർത്താവ് ആരാണെന്നും മറ്റതെന്താണെന്നും ഞാൻ കണ്ടു. അപ്പൊ എനിക്ക് ഭയങ്കര ഭാരമായി. ഇനി ഞാൻ എന്ത് ചെയ്യും എന്നായി മാറി. എനിക്ക് ബൈബിൾ പഠിക്കുന്നു, ബൈബിൾ അനുസരിച്ച് ജീവിക്കാൻ നോക്കുന്നു, എന്നാൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എനിക്ക് വളരെ ബലം തന്നൊരു വ്യക്തിയാണ് ഏലിയ പ്രവാചകൻ. പ്രവാചകനോട് കർത്താവ് പറയാണ്, പ്രവാചകന് കുറെ ഭൂമി ഉണ്ടായിരുന്നതോ മക്കളുണ്ടായിരുന്നതോ ഒന്നും നമ്മൾ അറിയുന്നില്ല. ഒന്നേ നമുക്കറിയാൻ പറ്റുന്നുള്ളൂ, ആ ഏതെങ്കിലും വീടും കുടുംബവും മക്കളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പ്രവാചകൻ അങ്ങനെ അലയാൻ ദൈവം അനുവദിക്കില്ലായിരുന്നു. നീ കെരീത്ത് താഴ്വരയിൽ പോയിരിക്കാൻ. പ്രവാചകൻ അവിടെ പോയിരിക്കുകയാണ്. ആ ഇരുന്ന് കഴിയുമ്പോൾ ഒരു കാക്കയുടെ കാലിൻ്റെ ഉള്ളിലും ഒപ്പം തന്നെ ആ വായിലും എത്ര മാംസവും എത്ര അപ്പവും ഉൾക്കൊള്ളാൻ പറ്റും. ഇതും കൊണ്ട് കാക്ക അവിടേക്ക് വരുന്നത് നോക്കിയിരിക്കുകയാണ് ഈ പ്രവാചകൻ. കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. തരുമെന്ന് പറഞ്ഞാൽ തന്നിരിക്കും. ഈ ബൈബിളില് നിനക്ക് ഞാൻ ഇന്നത് തരാം, നിനക്ക് ഞാൻ ഇന്നത് തരാം എന്ന് പറഞ്ഞാൽ പൈശാചിക ശക്തി പല രീതിയിലും പാമ്പ് വന്നിട്ടും എന്തെല്ലാം രീതിയിൽ നമ്മെ വിഷമിപ്പിക്കാമോ അത് മുഴുവൻ ഉണ്ടായേക്കും. പക്ഷേ കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാ. നീ വിശ്വസ്തനാണെങ്കിൽ കർത്താവ് നിനക്ക് ഇതൊക്കെ തരാന്ന് പറഞ്ഞത് മുഴുവനും തന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ ജീവിതം സത്യമാണ്. വചനത്തെ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു, വചനം ഞങ്ങളെയും വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള അനേകം മക്കൾ കാണും കേട്ടോ. ചേച്ചി ഇപ്പൊ ചേച്ചി മാത്രമാണെന്നല്ല കേട്ടോ പറഞ്ഞതിന് അർത്ഥം. ഈ പ്രവാചകൻ ഈ കെരീത്ത് താഴ്വരയിൽ ഉപവാസത്തിലായിരുന്നോ? അതുകൊണ്ടല്ലേ ഒരു നുള്ളപ്പം ഒരു നുള്ളു അപ്പം മാംസമല്ലേ ഈ കാക്ക കൊണ്ടുപോയി കൊടുക്കാൻ സാധ്യതയുള്ളൂ. അതുപോലെ അത് കഴിച്ചു കഴിഞ്ഞ് ആ അരുവിയിൽ നിന്ന് വെള്ളവും മുക്കി കുടിക്കുകയാണ്. ഇത് കുടിച്ച് കുറെ കാലം കഴിഞ്ഞപ്പോ അരുവിയിലെ വെള്ളം വറ്റുകയാണ്. പ്രവാചകനോട് കർത്താവ് ഉടനെ പറയുന്നു, നീ ഇവിടെ നിന്ന് എഴുന്നേൽക്ക്, എന്നിട്ട് ആ വിധവയുടെ ഭവനത്തിലേക്ക് പോകാൻ. അവിടെ രണ്ട് കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒന്ന്, വിധവ ഒരു പ്രവാചകന്റെ ഭാര്യയാണ്. എന്ന് വെച്ചാൽ സുവിശേഷം പറയുന്ന ഒരാളുടെ ഭാര്യയാണ്. അതുകൊണ്ട് തന്നെ അവളെയും കുട്ടിയെയും സംരക്ഷിക്കുക എന്നുള്ളത് കർത്താവിൻ്റെ നീതിയാ.
കർത്താവ് അങ്ങോട്ട് ചെല്ലാൻ പറയാണ്, അവൾക്ക് നിറച്ചു കൊടുക്കാൻ. അവൾ ആരുടെ മുൻപിൽ പോയി കൈ നീട്ടാതെ എണ്ണയും അപ്പവും, ഭരണിയിലെ എണ്ണയും അപ്പവും മാവും നിറച്ചു കൊടുക്കാൻ കർത്താവ് ഈ പ്രവാചകനെ അങ്ങോട്ടേക്ക് വിടുകയാണ്. ക്രൈസ്തലോട് ഓന്റെ കർത്താവിന്റെ സ്നേഹം ഒന്ന് ആലോചിച്ച് നോക്കൂ മക്കളെ. ഇതെല്ലാം സത്യമാണ്. എന്നിട്ട് ആ അപ്പവും ഇതെല്ലാം കഴിഞ്ഞുമ്പോ അവളൊരു അത്ഭുതം കാണിച്ചു കൊടുക്കുന്നു. എന്തിന്? അവളുടെ പാപങ്ങളെ കുറിച്ച് ഓർമ്മിപ്പിക്കാനും മരിച്ചവനെ ഉയർപ്പിക്കാൻ ഈ പ്രവാചകന് കഴിവുണ്ടെന്ന് കാണിച്ചു കൊടുക്കാനും കർത്താവ് ആ കുഞ്ഞിനെ ഒരു മരണത്തിന്റെ അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ആകെ വിഷമിച്ച് ജസബൽ രാജ്ഞിയെ പേടിച്ച് ഓടുന്ന പ്രവാചകൻ, ഈ പ്രവാചകൻ അവസാനം പറയുന്ന ഒരു വാക്ക് കേട്ടു എൻ്റെ മക്കള്. നീ ഇവിടെ എന്തെടുക്കുകയാണ്? പ്രവാചകനോട് ചോദിക്കുകയാണ്. അപ്പൊ പ്രവാചകൻ പറയുന്ന വാക്കാണ്, എൻ്റെ കർത്താവിനെ കൊണ്ടുള്ള തീക്ഷ്ണത കൊണ്ട് ഞാൻ ജ്വലിക്കുകയാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇത് ഞാനിപ്പോ ഇത് പറയാൻ എന്താ കാര്യം എന്ന് വിചാരിച്ചാല്, വളരെ വിഷമിച്ച് തളർന്ന് ഇരിക്കുന്ന ദിവസങ്ങളിൽ കർത്താവിൻ്റെ ചെവിയിൽ പറയുന്ന വാക്കുകളാണ്, പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്, ദാനധർമ്മത്തിൽ വൈമുഖ്യം കാണിക്കരുത്. പ്രൈസ് ദി ലോർഡ്. കുറച്ചേ ഉള്ളുവെങ്കിൽ അതനുസരിച്ച് ദാനം ചെയ്യുക. അപ്പൊ നമ്മൾക്ക് ചിലപ്പോൾ കൊടുക്കാൻ നമ്മുടെ ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് മടിയായിരിക്കാം, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി മാറ്റിവെച്ചതായിരിക്കാം. എന്നാൽ ചിലപ്പോൾ പള്ളിയിൽ നിന്നായിരിക്കാം ആളുകൾ നമ്മുടെ ഭവനത്തിലേക്ക് വരുന്നത് പിരിവ് ചോദിച്ചുകൊണ്ട്. ചിലപ്പോൾ നമ്മുടെ സമുദായത്തിൽ നിന്നായിരിക്കാം. അപ്പൊ നമ്മൾ എന്തു വേണം? ഇത് ഞാൻ ദാനധർമ്മം കൊടുക്കാൻ കർത്താവ് തരുന്ന ഒരു വാതിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു വൈദികനെ നിങ്ങൾ കൂട്ടുപിടിക്കണം. ആ വൈദികന് നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ, അതായത് കൊടുക്കാൻ മീൻസ് ചേച്ചി ഉദ്ദേശിച്ചത് വിശുദ്ധ കുർബാനയ്ക്ക് പണടക്കുക. ഞാൻ ജോയിച്ചനെ കുറിച്ച് നിങ്ങളോട് പറയാറുണ്ടായിരുന്നില്ലേ? അച്ഛന് ഞാൻ 1000 രൂപയാണ് ഈ മാസം കൊടുത്തതെങ്കിൽ അച്ഛൻ 2000 രൂപയ്ക്കുള്ള കുർബാന അർപ്പിച്ചിട്ട് 2000 രൂപ ഞാൻ കൊടുത്തു എന്നുള്ള ഭാവത്തില് വർഷങ്ങളോളായിട്ട് അച്ഛനായിട്ടുള്ളൊരു നല്ല ബന്ധം. എനിക്ക് റെസീറ്റ് തരിക 2000 രൂപ. ഞാൻ പറഞ്ഞു, ഞാൻ അച്ഛന് 2000 തന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ, ആ കഴിഞ്ഞ മാസം ഞാൻ 2000 തന്നില്ലല്ലോ. അച്ഛനൊന്നും മിണ്ടില്ല, ഒരു ചിരി മാത്രം. ഇങ്ങനെ ഏതെങ്കിലും വൈദികരെ നിങ്ങൾ കണ്ടെത്തുക. പ്രൈസ് ദി ലോർഡ്. അവര് നമുക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ടായിരിക്കാം വീഴാതെ, ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും കെടുന്നു പോകാതെ, നിലത്ത് കിടന്ന് പൊട്ടിക്കരയാതെ എഴയാതെ ദൈവം അനുവദിച്ച് മുൻപോട്ട് കൊണ്ടുപോയത്, താങ്ങിയ കരം കൊണ്ട് മുൻപോട്ട് പോയത്. ഒന്ന്, ഈ അച്ഛൻ്റെയൊക്കെ വിശുദ്ധ കുർബാനയും പ്രാർത്ഥനയും, ഒപ്പം തന്നെ ആൻഡ്രൂസ് അച്ഛനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എപ്പോഴും. പ്രൈസ് ദി ലോർഡ്. ആൻഡ്രൂസ് കുറ്റിക്കാട്ട് എന്ന് പറഞ്ഞ അച്ഛൻ ഒരു രോഗിയാണ്, എങ്കിലും അച്ഛൻ എല്ലാ ദിവസവും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മക്കളെ, പ്രഭാഷകന്റെ പുസ്തകം 43-ാം അധ്യായം 30-ാം തിരുവാക്യത്തിൽ പറയാണ്, എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുന്ന് അതിനും ഉപരിയാണ്. സർവശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തുവിൻ, തളർന്നു പോകരുത്. എത്ര പുകഴ്ത്തിയാലും പരിധിയിൽ എത്തുകയില്ല. കണ്ടോ? കർത്താവ് സ്തുതികൾക്ക് യോഗ്യനാണ്. നമ്മളോട് പറയുന്ന ഒരു കാര്യം, ചേച്ചി നേരത്തെ പറഞ്ഞതുപോലെ ദാനധർമ്മം ഒരു പോയിന്റ്, മറ്റൊന്ന് സ്തുതിക്കുക. നിങ്ങൾ ദൈവത്തെ ഇങ്ങനെ നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ, കുളിക്കുമ്പോൾ, അലക്കുമ്പോൾ ഒക്കെ നമുക്ക് യേശുവേ നന്ദി, ദൈവമേ. അപ്പൊ നമ്മുടെ ചിന്തയിൽ നിന്ന് നമ്മളെ ഭാരപ്പെടുത്തുന്ന പിശാച് തരുന്ന ചിന്തകൾ അകന്നു പോവും. യേശുവേ നന്ദി, ദൈവമേ, സ്തുതി, പരിശുദ്ധാത്മാവേ സ്തോത്രം, ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. രണ്ടാമത്, ഒരു 5 ജപമാല ഒന്നിച്ച് കെട്ടിവെക്കാൻ പറ്റാവുന്നത് ആർക്കെങ്കിലും കഴിവുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് കെട്ടിവെച്ചാൽ 250 മണി അതുമ്മ തന്നെയായി. അത് പിടിച്ചിട്ട് എന്താ പറയാ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനും ആ വചനം പറയാ. പിന്നെ ഹല്ലേലൂയ 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 ഒരു 1000 പ്രാവശ്യം, 1001 പ്രാവശ്യം പറയാ. അത് നിങ്ങൾ കുറച്ചു കാലം അടുപ്പിച്ചൊന്ന് പറഞ്ഞു നോക്കൂ. നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരുന്ന വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാൻ സാധിക്കും. ഇന്ന് എനിക്ക് ഒരു സ്ത്രീ എനിക്കൊരു ഇതിട്ടിരിക്കുകയാണ്, ഒരു വോയിസ് മെസ്സേജ്. അപ്പൊ അവര് പറഞ്ഞൊരു പോയിന്റ് ആയിരുന്നു, അവരുടെ ഒരു മകനെ ജോലി കിട്ടാതെ കിടന്നവര് വിഷമിക്കുകയായിരുന്നു അത്രേ. 1.5 വർഷമാണെന്ന് അവര് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും
ഹല്ലേലൂയ 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 പറയും. എല്ലാ ദിവസവും 10 ജപമാലയും ചൊല്ലിയിരുന്നു അവര്. 1.5 വർഷം. ഈ 1.5 വർഷം കഴിഞ്ഞപ്പോ നമ്മുടെ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു ഉന്നത ജോലി ആ മകന് ലഭിച്ചു അത്രേ. നമുക്ക് എത്ര നമ്മൾ കാത്തിരിക്കുന്നുവോ, എത്രമാത്രം തടസ്സപ്പെട്ടിരിക്കുന്നുവോ, അത്രയും വലിയ കാര്യമാണ് നമ്മുടെ പ്രാർത്ഥന കൊണ്ട്. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു വലിയ, ഞാൻ പറയും, ഒരു വലിയ നിധി കൂമ്പാരമാണെന്ന്. നിങ്ങൾ പ്രാർത്ഥിക്കങ്ങോട്ട്. 1.5 കൊല്ലം 6 മാസമൊക്കെ തുടർന്ന് പ്രാർത്ഥിക്കും നിങ്ങളുടെ നിയോഗം വെച്ചിട്ട്. കർത്താവ് നിങ്ങൾക്ക് തരാൻ പോകുന്ന അത്ഭുതങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ പോലും പറ്റാത്തതായിരിക്കും. നമ്മൾ ബൈബിളിൽ എഴുതിയിട്ടുള്ള ചില കാര്യങ്ങൾ പ്രവാചകന്മാരെ കുറച്ചു പേരെ കുറിച്ചൊക്കെ എഴുതിയിട്ടുള്ളൂ. ആ ദാനിയേല് സിംഹക്കുഴിയിൽ കിടന്നത്, അവര് തീച്ചൂളയിൽ കിടന്നത്, ആ 3 പേര്, 4-മനായി കർത്താവ് മുൻപിൽ വന്നത്. എന്റെ മക്കളൊന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് തന്നെ ഈ ജീവിക്കുന്ന ദൈവം നീ എത്ര തളർന്നാലും തളർന്നു പോകാൻ അനുവദിക്കുകയില്ല. പ്രാർത്ഥിക്കാൻ വേണ്ടി ചിലപ്പോൾ ചില സഹനങ്ങൾ ദൈവം അനുവദിച്ചേക്കാം. ഇടവിടാതെ പ്രാർത്ഥിക്കാനുള്ള കൃപ എല്ലാ മക്കൾക്കും ലഭിക്കട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, നീതിമാനായ വിസ്തയൗസേ പിതാവേ, അപ്പസ്തോല ഗണങ്ങളെ, മാലാഖമാരെ, വിശുദ്ധരെ, നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി. തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ, ആമേൻ.